ഇല്ല ഇല്ല, നിലവിൽ കാണുന്നില്ല. ബാക്കി നമുക്ക് കൂടുതൽ അതെ 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 അതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഉണ്ട് ഉണ്ട്, അതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. നെഞ്ചിന് മുകളിലോട്ട് തലയ്ക്കാണ് കൂടുതൽ പരിക്ക്. അതെ 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 അതെ, പുറകിലും ഫ്രണ്ടിലും നെറ്റിയിലും ഒക്കെ ഉണ്ട്. കൊലപാതകങ്ങളുടെ ഒരു സാഹചര്യം നോക്കുമ്പോൾ എല്ലാം തലക്കൊക്കെ അടിച്ച് ഹാമർ കൊണ്ടൊക്കെ അടിച്ചിട്ടാണ് ഒരു നേരത്തെ അതിൻ്റെ എവിഡൻസ് ഉണ്ട്. അതിൻ്റെ എവിഡൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ സയൻറ്റിഫിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പറയാൻ പറ്റും. അത് ഇപ്പോൾ പറയാൻ പറ്റില്ല, പരിശോധനയ്ക്ക് ശേഷം പറയാം. ഉണ്ട്, എല്ലാ എവിഡൻസും ഉണ്ട്. മുഖത്ത് മാത്രമാണോ തലയിലും മറ്റു ഭാഗങ്ങളിലും? നെഞ്ചിന് മുകളിലോട്ട് തലയ്ക്കും ആണ് ഏറ്റവും കൂടുതൽ പരിക്ക്. തലയ്ക്കാണ് എത്തിയതായിട്ടാണ് പലതവണ മനസ്സിലാക്കുന്നത്. ഉണ്ട്. അത് സയന്റിഫിക് എവിഡൻസിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ലഹരി അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റൂ. ഇവരുടെ ശരീരത്തിൽ ആഭരണം ഉണ്ട്, നഷ്ടപ്പെട്ടതായി കാണുന്നില്ല. അത് ബന്ധുക്കളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താലേ അത് ബാക്കി കൂടുതലായിട്ട് പറയാൻ പറ്റും. അപ്പാന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം എന്താണ് ഒരു മോട്ടീവിലേക്ക് നയിച്ചതെന്നാണ് അത് കൂടുതലായിട്ട് ചോദ്യം ചെയ്താലേ നമുക്ക് പറയാൻ പറ്റും. ഈ ലത്തീഫ് ഫോൺ വിളിച്ചതായിട്ട് എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ സാർ? ഈ അഫാനെ ഇന്നലെ ഉച്ചയ്ക്ക് മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നതായിട്ട് പറയുന്നു. അത് നമുക്ക് CDR പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അധികാരികമായിട്ട് അത് പറയാൻ പറ്റൂ. അതെ, അതായിട്ടാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ തെളിവ് എടുത്താലേ നമുക്ക് പറയാൻ പറ്റൂ. അതും ആ ആംഗിളിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ കേസുകളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഇത് നിലവിൽ അറിവായിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അത് പല കാരണമുണ്ട്. നമ്മൾ ഇപ്പം ഈ അവസരത്തിൽ അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട്